കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഫോർ സം റീസൺ എനിക്കത് നടന്നിട്ടില്ല. പക്ഷേ ഈ ഒരു ആഗ്രഹം എൻ്റെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 10-14 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ്. ആൻഡ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ തന്നെ കാരണങ്ങൾ കണ്ടുപിടിക്കും. എങ്കിൽ ഓക്കെ എക്സാം കഴിയട്ടെ, അല്ലെങ്കിൽ വീടിൻ്റെ എസ്തെറ്റിക് ഭംഗിയില്ല അതാവട്ടെ. ആൻഡ് ലൈക്ക് കാനഡയിൽ വന്ന സമയത്താണെങ്കിൽ ഞാൻ റൂം ഷെയർ ചെയ്യുവാണ്. സോ ലൈക്ക് ബാക്കിയുള്ളവർ അറിയരുത് ഞാൻ വീഡിയോ ചെയ്യുന്നത്, അത് ക്രിഞ്ചാണ്, നാണക്കേടാണ്. അപ്പം അങ്ങനെ നീട്ടി കൊണ്ടുപോയതാണ്. ആൻഡ് ഇപ്പം ഈ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഇത് ഞാൻ എനിക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാം, ചിലപ്പോൾ പോസ്റ്റ് ചെയ്യത്തില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ ആഗ്രഹമില്ലേ, എനിക്ക് തോന്നുന്നു ഒരു 10 പേരിൽ 9 പേർക്കും ഈ ആഗ്രഹം കാണും. പക്ഷേ ആഗ്രഹിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ ആണ് പാട്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഭാവിയിൽ തോന്നില്ലല്ലോ എനിക്ക് ട്രൈ ചെയ്യാമായിരുന്നു. ഒത്തിരി തവണ ട്രൈ ചെയ്ത് ഫെയിലായ ഒരാളാണ് ഞാൻ. ബട്ട് സ്റ്റിൽ ഈ ഒരു ആഗ്രഹം മൈൻഡിൽ അങ്ങനെ തന്നെ കിടക്കുന്നത് കൊണ്ട് അങ്ങ് വിട്ടുകളയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഒത്തിരി ആളുകൾക്ക് ക്രിഞ്ചായിട്ട് തോന്നാറുണ്ട്. മേ ബി എൻ്റെ ബ്രദർ ഇറ്റ് സെൽഫ് ഹീ തിങ്സ് ഇറ്റ്സ് ക്രിഞ്ച്. ചില സമയത്ത് പറയാറുണ്ടെന്ന് നിർത്തിപ്പോയി കൂടെയിടിക്കുന്നു. എന്താ പറയുക, ആഗ്രഹം അത് തീർക്കാനുള്ളതാണ്. മറ്റേ യോളോ ലൈഫ്, യു ഓൺലി ലിവ് വൺസ്. സോ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല ഈ പറഞ്ഞ ചാനൽ എന്ത് വരുമെന്നോ അല്ലെങ്കിൽ ഞാനിതിൽ എത്ര നാൾ ആക്റ്റീവായിട്ടിരിക്കുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ആരും കാണുമെന്നൊന്നും അറിയത്തില്ല. കണ്ടില്ലേലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലെ തന്നെ നിങ്ങളും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങിയേക്ക്. കണ്ടാലും വേണ്ടില്ല, സക്സസ്ഫുൾ ആയാലും വേണ്ടില്ല, ഫെയിൽ ആയാലും വേണ്ടില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളോട് പറയാമല്ലോ നീ ട്രൈ ചെയ്തല്ലോ എന്ന്. അല്ലാതെ ഭാവിയിൽ നിനക്ക് ട്രൈ ചെയ്യാമായിരുന്നു, നീ ചെയ്തില്ല എന്ന് തോന്നരുത്. അപ്പം ഇതുപോലെ ഈ ഒരു സെയിം കാര്യമല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ, നമ്മുടെ കൺട്രോളിലുള്ളതാണെങ്കിൽ ചെയ്യുക. കൺട്രോൾ ഇല്ലാത്ത കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ച് കൺട്രോളിലുള്ളത് ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കുക, അതല്ല. വീഡിയോ ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ആൻഡ് ആഗ്രഹം തീരുന്നത് വരെ ചെയ്യുക. എനിക്ക് എന്നിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് ഭയങ്കര ഫോക്കസ്ഡ് ആണ് അതിൽ. അപ്പോൾ നമ്മുടെ ലൈഫിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും സമയത്തേക്ക് നമ്മുടെ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആണ്. അത് തന്നെ വലിയ കാര്യമല്ലേ? ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് നമ്മുടെ ബ്രെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത്, അതും നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് എത്ര നല്ലതായിരിക്കും. അപ്പോൾ ജസ്റ്റ് എന്താണെങ്കിലും നിങ്ങളുടെ കൺട്രോളിലാണെങ്കിൽ അതങ്ങ് തുടങ്ങിയേക്കുക. എവിടെയാണ് പറഞ്ഞുകൊണ്ടിരുന്നേ? നാണക്കേടും ചമ്മലും ഒന്നും വിചാരിച്ച് ആരും ഒന്നും ചെയ്യാതെ പോണ്ട. മനസ്സിലായില്ലേ? നാണക്കേടും ചമ്മലും ഒന്നും കിട്ടിയിട്ട് ആരും എവിടെയും എത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്താ ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങ് തുടങ്ങിക്കോ. ബൈ ബൈ.